മലകുൻ ലാ യസ്തൈഖുദു സ്വഅതൻ മിൻ ലൈൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് കിടന്നുറങ്ങുമ്പോൾ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ, ഇന്നെല്ലാവരും വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, സർവ്വ ജോലികളും കഴിഞ്ഞു, ഉറങ്ങാൻ വരുമ്പോ നീ വുളുവെടുത്തിട്ട് വാ, നീ ഒലുവെടുത്തിട്ട് വന്ന് കിടന്നുറങ്ങ്, നീ ഒലുവെടുത്തിട്ട് വന്ന് കിടന്നുറങ്ങ്. നീ കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് കടന്നു വരികയാണ്, നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് കടന്നു വരികയാണ്. നീ ഉറങ്ങുമ്പോൾ ആ മലക്ക് ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഗുഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. നീ പുറത്തു കൊടുക്ക് തമ്പുരാന്, നീ കരുണ കാണിക്ക് തമ്പുരാന്, ഇവന് കൂലി കൊടുക്ക് തമ്പുരാന്. നീ ഉറക്കത്തിൽ നിന്ന് സുബഹിക്ക് എഴുന്നേക്കുന്നത് ആ മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. ഉറക്കമെന്ന് പറയുന്നത് മരണമാ, ഉറക്കമെന്ന് പറയുന്നത് മരണമാ. ഒരാൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പടച്ചവനെ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിനാണ് അൽഹംദുലില്ലാ പറയുന്നത്. അതുകൊണ്ട് ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്, ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒലുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ, ഒലുവെടുത്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇനി ആ ഒലുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്തെങ്ങാണം നീ മരിച്ചു പോയാൽ നീ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ. മരിക്കുമ്പോ ഒലുവോടുകൂടി മരിക്കണേ, മരിക്കുമ്പോ ഒലുവോടുകൂടി മരിക്കണേ. ഒലുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ. ഒലുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബിരിയിൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അള്ളാഹുവിന്റെ റസൂലിന് വഹീമായിട്ട് കടന്നു വന്ന ജിബിരിലിനെ കാണണോ, ജിബിരിലിനെ കാണണോ. ഒലുവെടുത്തിട്ട് കിടക്കുന്ന സമയത്താണ് നീ മരിക്കുന്നതെങ്കിൽ ജിബിരിൽ അലൈഹിസ്സലാമിനെ കാണാവാ. അതിനല്ലേ മരണമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിച്ചില്ലേ, എന്റെ ജിബ്രീൽ എവിടെ, എന്റെ ജിബ്രീൽ എവിടെ? അല്ലാഹുവിന്റെ റസൂല് പോലും കാണണമെന്ന് ആഗ്രഹിച്ചില്ലേ? അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒളുവില്ലാതെ ഉറങ്ങല്ലേ. അത് മുറിയുകയോ മുറിയാതിരിക്കുകയോ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒളുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒളുവോടുകൂടി വേണം ഉറങ്ങാൻ, ഒളുവോടുകൂടി വേണം മരിക്കാൻ. അല്ലാഹുവേ, ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഒന്നാമതായിട്ടുള്ള പ്രതിഫലം എന്താ? മലക്കിന്റെ ദുആ വേണോ? തൗബ ചെയ്ത മലക്കിന്റെ ദുആ കിട്ടും. ഇമാം ആമീൻ പറയുമ്പോ നീയും കൂടെ ആമീൻ പറയ്. അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 3, നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരില്ലാത്തപ്പോ, കുടുംബക്കാരില്ലാത്തപ്പോ നീ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യ്, മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 4, ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറ, മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 5, നിസ്കാരപ്പായിലിരിക്കെ എഴുന്നേറ്റ് ഓടല്ലേ, അള്ളാന്റെ മലക്കിന്റെ ദുആ കിട്ടുകയാണ്. 6, പടച്ചവനെ, ഒളുവെടുത്തിട്ട് കിടന്നുറങ്ങ്, മലക്കിന്റെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? പടച്ചവനെ, പള്ളിയുടെ പണി നടക്കാൻ പോകുകയാണ്. 10 ലക്ഷവും 7 ലക്ഷവും 5 ലക്ഷവും 50,000-ഉം 25,000-ഉം കയ്യിൽ കടന്ന സ്വർണം വരെ ഊരിക്കൊടുത്തവരുണ്ടല്ലോ. അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചവനെ, കൊടുക്കാതിരിക്കരുത്.
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോ കൊടുക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഈ പള്ളി പണിയുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താ നിനക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ തേടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവെ, ഇന്ന് ബക്കറ്റ് വന്നപ്പോ ഇട്ടില്ല നിങ്ങളൊക്കെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ നാട്ടിലെ ചില വീടുകൾ തേടിയിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സദക്ക ചോദിക്കുമ്പോ കൊടുക്കാൻ മടിയാ. സദക്ക ചോദിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ സഹോദര, സമാധാനമുണ്ടോ നിനക്ക്? സമാധാനമുണ്ടോ? ഇന്ന് ലോകത്തില്ലാത്തത് സമാധാനമാണ്. വലിയ 2 നില വീട് പണിതിട്ടുണ്ട്, ഒന്നുമില്ല, സമാധാനമില്ല. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടും വീട്ടിൽ പോയാ. നിന്റെ വീട്ടിലുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പെണ്ണുങ്ങൾ, ചെറുപ്പക്കാർ ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടുന്നേ? എടാ, പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഉണ്ടോ? സമാധാനം ഉണ്ടോ? അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഉറക്കെ പറ, ഉറക്കെ പറഞ്ഞോ. 2 ദിവസം മുമ്പാണ് 1.5 വയസ്സുള്ള കുഞ്ഞിനെ ബക്കറ്റി മുക്കി കൊന്ന കഥ വായിച്ചത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യമാരെ സ്വർഗത്തിലും അള്ളാഹു ഭാര്യമാരാക്കി തരുമാറാകട്ടെ. വേണോ? ഇവിടുത്തെ പെണ്ണിന്, ഇവിടുത്തെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈമുക്കിക്കുക. സ്റ്റേജിൽ ഇരിക്കണ ഉസ്താദന്മാരൊക്കെ പെണ്ണ് കെട്ടിയവരാ. വാഴ്ത് ലൈവാണ്. പെണ്ണും പിള്ളമാരെങ്ങാനും കാണുന്നുണ്ടെങ്കിൽ ഇന്ന് പതർയുദ്ധം നടക്കും. ഈ ഇരിക്കണതിലധികം പേരും കൈവക്കിയില്ല. എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിലുണ്ടോ? അല്ല, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലും ഉണ്ടോ എന്ന് ആലോചിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. സാധുക്കളാണ്, പാവങ്ങളാ, സാധുക്കളാ. എന്തുകൊണ്ടോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടുമെന്ന്. നമ്മൾ എന്താ പറയുക? എന്നിവളെ കെട്ടിയ അന്നത്തോടുകൂടിയ സാധനം പോയെന്നാ പറയാ. പെണ്ണ് കെട്ടിയ അന്നാണ് നമ്മുടെ സമാധാനം. എന്ത് ഖുർആൻ പറഞ്ഞത് ഒരിക്കലും തെറ്റാവൂലല്ലോ. എന്തുകൊണ്ടെന്നറിയോ? പെണ്ണിനെ പഠിച്ചാൽ മതി, സമാധാനം ഉണ്ട്. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. പാവങ്ങളൊന്നും പറയരുത്. പെണ്ണുങ്ങൾക്ക് ചില സ്വഭാവമുണ്ട്. ആ സ്വഭാവം അങ്ങനെ. കല്യാണം കഴിക്കുന്ന ഏതൊരു ആണിൻ്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? കല്യാണം കഴിക്കുന്ന ഓരോ ആണിൻ്റെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എൻ്റെ ഭാര്യ നിൽക്കണം. കിയാമത്ത് നാൾ വരെ ഒരു പെണ്ണും അവിടെ കയറി നിൽക്കത്തില്ല. ആദ്യം നീ അത് പഠിക്കുക. ഇവിടെ ലോകത്ത് ഒരു ഭർത്താവിനും തൻ്റെ ഭാര്യ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. നീ വെറുതെ വരച്ചോണ്ട് നിനക്ക് കയറി നിൽക്കാനേ പറ്റൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യം അറിയേണ്ടതാ. കാരണം അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്ന വളഞ്ഞ എല്ലിൽ നിന്ന് ഒരുപാട് വളച്ചാലും ഒടിയും, ഒരുപാട് നൂത്താലും പോയി. വളയ്ക്കാൻ വേണ്ട, ഒടിക്കാൻ വേണ്ട, കൊണ്ടുപോയാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിന്റെ ഒരു ഗുണം ഞാൻ പറയാം. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒരിക്കൽ യുദ്ധം കഴിഞ്ഞിട്ട് നബി വീട്ടിൽ കയറി വരികയാ. യുദ്ധം കഴിഞ്ഞിട്ട് വരിക. ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? നിങ്ങൾ മാനന്തവാടിയിൽ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഒരു ആവശ്യത്തിന് വേണ്ടി രാവിലെ മുതൽ ഉച്ച വരെ പോയി വായി നോക്കി നിന്ന് വെയിൽ കൊണ്ട് അവസാനം കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് ചൂട് സഹിച്ച് വീട്ടിൽ കയറി വരുമ്പോൾ നിന്റെ ഭാര്യ നിന്നോട് ചോദിക്കുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിച്ചാ ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. ആ പാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് നിന്നെയാ ഇഷ്ടം. ആയിഷ ബീവി മാറി വീടിനകത്ത് കയറി ഒറ്റപ്പിടി പുറകിന്ന്. രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ഇതാണ് ആണുങ്ങൾ അറിയേണ്ടത്. ഇതാണ് ഭർത്താക്കന്മാർ അറിയേണ്ടത്. ഇറച്ചിക്കോഴിയെ പോലെ നടന്നാ പോരാ, ഭാര്യ ആരാണെന്ന് പഠിച്ചോ. ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വാപ്പ അബൂബക്കറിനെയാ. ആയിഷ ബീവി കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ പെണ്ണ്.
അവൾക്ക് അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്. അതന്നെ. അത് മനസ്സിലാക്കണം. നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോകണം, എന്തെങ്കിലും ഒരു ചടങ്ങിന് പോകണം, വിളിച്ചാ ഓൾ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കും. എന്നാൽ അവളുടെ വീട്ടിൽ ആരുടെങ്കിലും കല്യാണത്തിന് 5 ദിവസം മുമ്പ് ഇവള് റെഡിയാകും. അതാണ് പെണ്ണ്. പഠിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം? ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? പെണ്ണെന്ന് പറഞ്ഞ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മലക്കളൊന്നും അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറച്ചിക്കറിയുമായി വീട്ടിൽ കയറി ചെന്നപ്പോ എടുത്തൊരൊറ്റ എറിഞ്ഞൊക്കെ പൊട്ടിച്ചു ആയിഷ ബീവി. ആയിഷ ബീവി റളിയല്ലാഹു തആല പാത്രം വരെ എറിഞ്ഞു പൊട്ടിച്ചു. മുത്തി നബി പോയി പറക്കിയെടുത്തു. വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അവരുടെ വീട്ടിലും വഴക്കും ബഹളവും ഉണ്ടോ? ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയും കിടക്കും. പിണക്കവും സ്നേഹവും ഉണ്ടാകുമ്പോഴാണ് ആ ജീവിതം സന്തോഷത്തിലാകുന്നത്. പക്ഷെ പിണക്കം എത്ര ദിവസത്തിൽ കൂടുതൽ പോകരുത്? 3 ദിവസത്തിൽ അപ്പുറത്തേക്ക് പോകരുത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളങ്ങനെയല്ലല്ലോ. നമ്മളങ്ങനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ പിണങ്ങി. ആയിഷ ബീവിയും നബിയും തമ്മിൽ പിണങ്ങി. ഇത്തിരി നീണ്ടുപോയി പിണക്കം. അപ്പൊ മധ്യസ്ഥനായിട്ട് അബൂബക്കർ തങ്ങൾ വന്നു. നബിയുടെ കൂട്ടുകാരനുമാണ്, ആയിഷ ബീവിയുടെ വാപ്പയുമാണ്. മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറഞ്ഞോ. പഠിക്കണം, ഭർത്താക്കന്മാര് പഠിക്കണം. നബി എന്താ പറഞ്ഞേ? ആയിഷ നിനക്ക് എന്താന്ന് വെച്ചാ നീ പറഞ്ഞോളാൻ. നമ്മൾ എന്തു പറയും? കെട്ടിയവന്റെ വീട്ടുകാർ പറയും, പെണ്ണുമ്പിള്ള വീട്ടുകാർ കേൾക്കണം. നമ്മളാ വലിയ ആൾക്കാർ. എങ്കിൽ നബി നേരെ തിരിച്ചു, ആയിഷ നീ പറ, നിനക്ക് എന്താ പറയാനുള്ളത് പറ. അപ്പൊ ആയിഷ ബീവി പറയാൻ തുടങ്ങി. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു. അങ്ങനാണല്ലോ, പാപ്പയല്ലേ മുന്നിരിക്കണേ. നമ്മൾ സംസാരിക്കുമ്പോ ഇയാള് നിങ്ങൾ എന്നൊക്കെ പറയില്ലേ? തിരാട് സ്വാതന്ത്ര്യമാകുമ്പോ ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ എന്തോ ഒരു വാക്ക് ഇങ്ങനെ നബിയെ പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല. എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷയുടെ മുഖത്തിറങ്ങും. ആയിഷ ബീവിയെ തല്ലി. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പ ആയിഷ ബീവിയെ തല്ലി. ആയിഷ ബീവി കരയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിണങ്ങിയിരിക്കുക, ദിവസങ്ങളായി മിണ്ടുന്നില്ല. ആയിഷ ബീവി കരയുന്നത് കണ്ടപ്പോ എഴുന്നേറ്റ് വന്നിട്ട് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ മധ്യസ്ഥ പറയണം, എന്റെ പെണ്ണുമ്പിള്ളയെ തല്ലാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? അബൂബക്കർ തങ്ങൾ കുടുങ്ങി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഭാര്യ കരഞ്ഞാ തീരണം വാശിയും വൈരാഗ്യവും. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ ഭർത്താക്കന്മാര് വീട്ടിൽ കയറി ചെന്നാൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട്, ഉസ്താദെ എന്താ നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചാൽ പറയും, ഉസ്താദ് എൻ്റെ ഭാര്യ നന്നാകാൻ ദുആ ചെയ്യണം. ഈ ചിരിക്കണ താത്താന്മാരോട് ചോദിച്ചാൽ പറയും, എൻ്റെ ഭർത്താവ് നന്നാകാൻ ദുആ ചെയ്യണം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഒരു പെണ്ണിന്റെ കണ്ണീര് അടച്ചാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു പെൺകുട്ടി എൻ്റെ അടുക്കൽ ഒരു പരാതി പറഞ്ഞു. അള്ളാഹു പൊന്നുമോൾക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കണ്ടിട്ടാ ഇപ്പൊ ഇങ്ങോട്ട് വരിക. ഞാനിപ്പോ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു പെൺകുട്ടിയെ കണ്ടു. പടച്ചവനെ, സ്വാലിഹത്തായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആ പൊന്നുമോളെ പോലൊരു പെണ്ണിനെ നമുക്ക് അള്ളാഹു തരണം. അങ്ങനത്തെ നല്ലൊരു കുട്ടി അള്ളാഹു എത്തീമ, അള്ളാഹു അതിന് സമാധാനം കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പള്ളി പണിയുന്നതിന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം സന്തോഷമുള്ള ജീവിതം തരും. നിന്റെ ഭാര്യയുടെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറ്റും. നിന്റെ ദുസ്വഭാവങ്ങൾ മുഴുവനും മാറ്റും. നിങ്ങൾ പരസ്പരം തമ്മിലുള്ള സ്നേഹബന്ധം അടുപ്പിച്ച് പരസ്പരം സന്തോഷത്തോടെയുള്ള ജീവിതം അള്ളാഹു നൽകും. വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മക്കൾ അള്ളാഹു തരും. മരിച്ചാ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല മക്കൾ അള്ളാഹു നമുക്ക് തരും. നമ്മുടെ പൊന്നുമക്കൾ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കടോ, നമ്മുടെ വീട്ടിൽ മക്കളില്ലേ? നമ്മുടെ വീട്ടിൽ മക്കളില്ലേ? നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, പടച്ചോനെ നമ്മുടെ വീട്ടിൽ മക്കളുണ്ട്. നമ്മുടെ മക്കൾ ആരെന്നറിയോ? നിങ്ങൾ ചിന്തിക്കണ്ട വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. നീ മരിച്ച ആര് കുളിപ്പിക്കുമെന്ന് ചിന്തിക്കുക. ഈ കൈപൊക്കാത്തവരോട് ഞാൻ ചോദിക്കുന്നത്, നിനക്ക് കുളിപ്പിക്കാൻ അറിയില്ല, നീ മരിച്ചാൽ നിന്റെ മക്കൾക്കും കുളിപ്പിക്കാൻ അറിയില്ല. അതിന് നാട്ടുകാർ വേണം. നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ നാട്ടുകാർ വേണം. പിന്നെന്തിനാ ഒരെണ്ണത്തിനെ വീട്ടിൽ നിർത്തിയിരിക്കണേ? കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ടല്ലോ ഒരെണ്ണം, പ്രയോജനമില്ല. എടോ, മയ്യത്ത് പള്ളി കൊണ്ടുവരും. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു പള്ളിയിൽ മയ്യത്ത് കൊണ്ടുവെക്കും. ഖതീബ് എല്ലാവരും കടന്നു വരുന്നത് വരെ പ്രസംഗിക്കും.
എന്നിട്ട് അവസാനം ഉസ്താദ് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആർക്കെങ്കിലും 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്താ ഉസ്താദിന്റെ വാപ്പയാ കിടക്കണേ? അല്ലല്ലോ. ഉസ്താദിന്റെ വാപ്പയല്ലല്ലോ കിടക്കണം, ഉസ്താദിന്റെ ഉമ്മയല്ലല്ലോ. സത്യത്തിൽ ആരാ പറയേണ്ടത്? മക്കള് പറയണം, ഇതെന്റെ വാപ്പയാ, ആർക്കെങ്കിലും 5 നയാ പൈസ തരാനുണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടണം. പേടിയാ നമുക്ക്, കാരണം വന്നാ കൊടുക്കണമല്ലോ. അത് ഉസ്താദിനെ ഏൽപ്പിച്ചേക്കും. ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാൻ പറഞ്ഞതാ. എന്റെ സഹോദര, സത്യത്തിൽ നമ്മളല്ലേ പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളാ പറയേണ്ടത്, പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിപ്പറമ്പിൽ ഉപ്പാടെ കബററിയുന്ന എത്ര മക്കളുണ്ട്, ഉമ്മയുടെ കബററിയുന്ന എത്ര മക്കളുണ്ട്. പള്ളിപ്പറമ്പിലാണെന്നറിയാം, എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും 5 നയാ പൈസ കൊടുത്താൽ അള്ളാഹു തരുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മക്കൾ അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട് കാണാൻ ഇന്നും മലക്ക് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നൊരൽപ്പം നിങ്ങൾ കൊടുക്കണേ. ഇന്നിവിടെ ഇരുന്നു കൊണ്ടൊരു മനുഷ്യനും പൈസ തരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മനസ്സിലൊരു ഇൻഷാ അല്ലാഹ് വെച്ചോ, ഒരു നിയ്യത്തെങ്കിലും ചെയ്തിട്ട് വേണം ഇവിടെ നിന്ന് പിരിയാൻ. ശരീരത്ത് സ്വർണ്ണമിടാത്ത ഒരു പെണ്ണ് പോലും ഈ മജ്‌ലിസിലില്ലല്ലോ. പെങ്ങളെ, പ്രതിഫലം കേൾക്ക്. പടച്ചവനെ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കണ്ണുനീര് കുടിക്കുന്ന പെങ്ങള്, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു പെണ്ണ് തന്റെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്തിനെന്നറിയുമോ? ഭർത്താവിനെ കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്, മുത്തുനബിയുടെ മുന്നിലേക്ക് വാപ്പയും മകനും, ഭർത്താവും മകനും കൂടെ പോയതാണ്. നിസ്കരിക്കാൻ പോയ ഭർത്താവിനെയും മകനെയും കാണാതെ വന്നപ്പോ ഉമ്മു സുലൈം വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഭർത്താവും മകനും ഇങ്ങനെ നടന്നു വരികയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വലിയ സന്തോഷമായി, ഭർത്താവും മകനും വരുന്നുണ്ടല്ലോ. വീടിനടുത്തേക്ക് നടന്നു വരുമ്പോ പടച്ചവനെ, മൂന്നാമതൊരു മനുഷ്യനെ കാണുകയാ. പടച്ചവനെ, ഉമ്മു സുലൈമിനോട് സലാം പറഞ്ഞു വീടിന്റെ അകത്ത് കയറി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മു സുലൈം ചോദിച്ചു, ആരാ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യന്, ആരാ പ്രായമുള്ള ഒരാള് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ? അവിടെന്ന് പറഞ്ഞു, പെണ്ണെ, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ വെളിയിൽ ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ ഒരു പാവപ്പെട്ടവനുണ്ട് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഒരു നേരത്തെ അന്നം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊടുക്കാൻ നബിയെ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്നതാണ്. പടച്ചവനെ, ഉമ്മു സുലൈം ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന ഭക്ഷണമല്ലാതെ ഈ വീടിന്റെ അകത്ത് വേറെയില്ല. നമ്മുടെ മോന് വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇന്ന് നമ്മൾ രണ്ടുപേരും കഴിക്കാതെ വെച്ചാൽ മാത്രമേ അവൻ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. പിന്നെ എങ്ങനാ ഈ മനുഷ്യന് കൊടുക്കുന്നത്? കൊടുക്കാൻ ഭക്ഷണമില്ല. അബൂ തൽഹയും ഉമ്മു സുലൈമും കരയുകയാണ്. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കാനില്ലാതെ വന്നപ്പോ രണ്ടുപേരും എന്ത് ചെയ്യണമെന്നറിയാതെ അടുക്കളയിലിരുന്ന് കരയുകയാണ്. അനസിന് 11 വയസ്സാണ്. 11 വയസ്സുള്ള അനസ് ഓടി വരികയാ. വാപ്പയും ഉമ്മയും കരയുകയാണ്. എന്തേ ഉമ്മ? അബൂ തൽഹ തങ്ങളോട് ഉമ്മു സുലൈം തവടന്ന് പറഞ്ഞു, അനസേ മോനെ, ഉപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. എന്റെ മോന് തിന്നാനുള്ളതേ ഉള്ളൂ. 3 പേരും അടുക്കളയിലിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാലിഹത്തായ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കണം. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത നിനക്ക് അള്ളാഹു 5 സെന്റ് തന്നു. പൈസ ഇല്ലാത്ത നീ എങ്ങനെയെങ്കിലും ഹലാലായ പണം കൊണ്ട് തറകെട്ടി. അത് കഴിഞ്ഞപ്പോ പൈസ ഇല്ല. പിന്നെ പടച്ചവരെ ഇത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് അത് വാർത്തു. അൽഹംദുലില്ലാ. അപ്പൊ ഭാര്യ പറഞ്ഞു, ഇക്കാ ഇതൊന്ന് ശരിയാക്കിത്താ മോളെ, പൈസ ഇല്ല, ലോൺ എടുക്കുക, പലിശക്കെടുക്കുക.
പഠിക്കണം. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ലാതെ വന്നപ്പോ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. എന്തേ മോളെ, എന്തേ ഉമ്മു സുലൈം, ഈ ഇരിക്കുന്ന ഭക്ഷണം ഒരു പാത്രത്തിനകത്തെടുത്ത് വെക്ക്, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. ഒരു പാത്രത്തിൽ ഭക്ഷണം വെച്ച് നിങ്ങൾ 3 പേരും കൂടെ കഴിക്കാനിരിക്കണം. 3 പേരും ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് പാത്രത്തിൽ കൈയിടുമ്പോ ആ 11 വയസ്സുകാരനോട് ഉമ്മ പറഞ്ഞു കൊടുത്തു, മോൻ വിളക്ക് തട്ടി അണയ്ക്കണം. എന്റെ മോൻ എന്ത് ചെയ്യണം? വിളക്ക് തട്ടി അണച്ച് കളയണം, വാരി തിന്നരുത്, അഭിനയിച്ചാ മതി. ഉമ്മ മകനോട് പറയുകയാ, മോൻ വിളക്കണച്ചിട്ട് തിന്നാതെ ഇങ്ങനെ തിന്നണത് പോലെ അഭിനയിച്ചാ മതി, ആ പാപം തിന്നട്ടെ മോനെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും ഇരുന്നു. ഭക്ഷണ പാത്രത്തിലേക്ക് കൈവച്ചിട്ട് അനസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുഖത്ത് നോക്കി. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അനസ്, വയറ് നിറച്ചു വല്ലതും കഴിച്ചിട്ട് ദിവസങ്ങളായി. പക്ഷെ ഉമ്മ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു, വിളക്ക് തട്ടി അണച്ചു, എന്നിട്ട് അഭിനയിച്ചു. ആ മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. ആ പാവപ്പെട്ടവൻ ഒന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ ദുആ ചെയ്ത് എഴുന്നേറ്റ് പോയി. ഈ 3 പേരും അന്ന് രാത്രി പട്ടിണി കിടന്നു. ആ വാപ്പയും ആ ഉമ്മയും ആ മകനും പരസ്പരം ഒന്നും പറയാതെ, കുറ്റപ്പെടുത്താതെ, മിണ്ടാതെ കിടന്നു. രാവിലെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചു, എഴുന്നേക്ക്, നിസ്കരിക്കാൻ സമയമായി. മോനെ വിളിച്ചുണർത്ത്. അത് വാപ്പ, അതാണ് വാപ്പ. താൻ രാവിലെ എഴുന്നേറ്റിട്ട് ഭാര്യയെ വിളിച്ചുണർത്തി, എന്നിട്ട് മകനെ വിളിച്ചുണർത്താൻ പറഞ്ഞു. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പാ വയ്യുപ്പ, വിശപ്പാ ഉപ്പ, നടക്കാൻ പറ്റണില്ല ഉപ്പ, മോൻ എൻ്റെ ചുമലി കയറി ഞാൻ കൊണ്ടുപോകാൻ പള്ളിയിൽ. എന്നായാലും നിസ്കാരം മുടക്കരുത്, എന്നാലും നീ നിസ്കാരം